ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന എന്താണ്? നമ്മളെല്ലാവരും ഒരുപോലെ ഫോക്കസ് ചെയ്ത് കാത്തിരിക്കുന്നത് LDCA ആണ് അല്ലേ? അപ്പോൾ LDC ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ 2026 വരും. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് ഇയറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 2023 ഓക്കെ. 2023 നവംബറോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ ഡേറ്റ് 2024 തുടക്കം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ആ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പൊ 2023 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, ആൻഡ് ദെൻ 2024 നമുക്ക് ജാനുവരി ആയപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആയി. ആൻഡ് ദെൻ എക്സാം വന്നത് 2023 LDCയുടെ എക്സാം നമുക്ക് 2024 ജൂലൈയിൽ ആരംഭിച്ചു, ഒക്ടോബറിലാണ് അവസാനിച്ചത്. ഓക്കെ, ആദ്യത്തെ ഘട്ടങ്ങൾ എന്ത് ചെയ്തു? ജൂലൈയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ എക്സാം നമുക്ക് ആ ഒരു എക്സാമിന്റെ ഘട്ടം അവസാനിച്ചത് ഒക്ടോബർ 24 കൂടിയാണ്. ഓക്കെ, അപ്പൊ 2023 നോട്ടിഫിക്കേഷൻ വന്നു, 24 എക്സാം നമുക്ക് എന്ത് ചെയ്തു? കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദെൻ 2025 നമുക്ക് റിസൾട്ട് വന്നു. ഓക്കെ, 2025 ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് എന്താണ് റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ആൻഡ് ദെൻ 2025 ഓഗസ്റ്റ് ആയപ്പോഴത്തേനും എന്ത് ചെയ്തു? നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി. ഓക്കെ, അപ്പം ഓരോ ഇയറിലായിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോവാണ്. 23 നോട്ടിഫിക്കേഷൻ, 24 എക്സാം നടന്നു, 25 എന്ന് പറയുന്നത് എന്ത് വന്നു? നമുക്ക് റാങ്ക് ലിസ്റ്റും വന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താണ്? ഇനി നമുക്ക് എപ്പോഴാണ് LDC വിളിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ഈ വർഷം അവസാനം തന്നെ 2026 അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്തിനെ തന്നെയാണ്? LDC ആണ് അല്ലെ? പണ്ട് മുതലേ നമുക്ക് പ്രിയം എന്താണ്? LDC തന്നെയാണ്. LDCയുടെ വേക്കൻസി അതുപോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനോട് PSC എഴുതുന്ന എല്ലാവർക്കും ഒരു അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തില് 2023 LDC അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതിയവരാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിഷമിക്കേണ്ടതായിട്ടില്ല. 2027 എക്സാം നമുക്കുള്ളതാണ് എന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. നമുക്ക് തന്നെ നേടിയെടുക്കാം. നമ്മൾ കുറച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. 2027 നടക്കാൻ പോകുന്ന എക്സാം നമുക്കുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾക്ക് 2023 എക്സാം എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാണ്ട് പോയത് എന്നുള്ള തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാതിരുന്നതാണോ? നിങ്ങൾ ടൈം മാനേജ്മെന്റ് ശരിയായില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് പോയില്ലേ? ഇതെല്ലാം സിലബസ് ബേസ്ഡ് ആയിരുന്നില്ലേ നിങ്ങളുടെ പഠനം? ഇതെല്ലാം നമ്മൾ നോക്കുക. അല്ലെങ്കിൽ കറക്റ്റ് ഒരു മെന്റർ ഇല്ലാതിരുന്നതാണോ? കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠന രീതി ഇല്ലാതിരുന്നതാണോ? എന്താണ് നമ്മളുടെ പോരായ്മ എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഓൾറെഡി എക്സാമിന്റെ റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയപ്പോൾ തന്നെ നമ്മൾ വിലയിരുത്തി കാണും. എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാഞ്ഞത്? ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കും. എൻ്റെ പഠന രീതി ശരിയായിരുന്നില്ല. കാരണം എന്താണ്? പഠിച്ചവർക്കേ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ. അത് കാര്യമാണ് അല്ലെ? 2023 പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്കൊരു സപ്പോർട്ടിന്റെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഇല്ലാതിരുന്നതാണ്, സിലബസ് കവർ ചെയ്യാൻ പറ്റാതിരുന്നതാണ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങളുടെ ഡ്രോബാക്ക്, നിങ്ങളുടെ പോരായ്മ എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളോട് ഒത്തുചേർന്ന് പഠിക്കാവുന്നതാണ്. AZB അക്കാഡമിയുടെ 2027 LDC മിഷനിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. 150 ദിവസം കൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ആവും. അപ്പൊ പലരും നിങ്ങൾക്ക് പറ്റിയ പോരായ്മയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. 150 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ആൻഡ് ദെൻ അഗൈൻ നിങ്ങൾക്ക് റിവിഷൻ നടക്കുന്നുണ്ട്.
മോക്ക് ടെസ്റ്റുകൾ നൽകുന്നുണ്ട്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എന്തിനാണ്? നമ്മുടെ ടൈം മാനേജ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2027 എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റും? വിജയം കരസ്ഥമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന രീതിയിൽ 2025 മുതൽ 28 നമുക്ക് എന്താണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത് ആക്ടിവേറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ്, അഡ്വൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 25 മുതൽ 28 വരെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് നമുക്ക് നടക്കാം. അപ്പൊ ഈ 3 വർഷ കാലയളവ് തീരുന്നതിനുള്ളിൽ, അതായത് 2028 റാങ്ക് ലിസ്റ്റിന്റെ കാലയളവ് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് നടക്കും? അതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷൻ വരും, അതിനു മുമ്പുള്ള എക്സാം നടക്കും, പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും. അപ്പൊ അതിനുള്ള ടൈം നമ്മൾ കണക്കാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് LDC നോട്ടിഫിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു ഉദ്ദേശത്തിന് 2026 അവസാനത്തോടുകൂടി, ഏകദേശം ഡിസംബറോട് കൂടി തന്നെ നമുക്ക് ആരെ പ്രതീക്ഷിക്കാം? നമ്മുടെ LDC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, 2027 എക്സാം നടക്കി 2028 നമ്മുടെ കാലാവധി ആരുടെ? നമ്മുടെ ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ തീരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആ ഒരു സമയത്തില് നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വീഴാനായിട്ട് ഇടയാക്കും. അപ്പോൾ അതിന് റാങ്ക് ലിസ്റ്റിൽ 2028 അല്ലെങ്കിൽ പുതിയ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഇടം പിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പഠിച്ചു തുടങ്ങുക, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ വീക്ക് പോയിന്റ്സ്, നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയുക. അതിന് എന്താ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക? എന്തായിരുന്നു വീക്ക് പോയിന്റ്? അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോ അതനുസരിച്ച് പഠിച്ചാൽ, അതനുസരിച്ച് നമ്മൾ എന്താണ് നമ്മുടെ പഠനക്രമങ്ങളിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മുടെ സിലബസിന്റെ അകത്ത് നിന്ന് പഠിക്കുക. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയി തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷൻ വരും എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് കാത്തിരിക്കേണ്ടതില്ല, പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പെടും. അത് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അല്ലേ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്ക് കൂടി ആയിരിക്കണം. നമ്മൾ കൈ കിട്ടുന്നതെല്ലാം പഠിക്കുന്നതിന് പകരം അച്ചടക്കത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക? എല്ലാവരും നന്നായി തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കരുത്, അതിനു മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങുക. ഉടനെ തന്നെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുവാനും ജോലി നേടുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.